ഹായ് ഓം, നമ്മളിത് 4-ാമത്തെ ദിവസമാണ് 21 ഡേയ്സിൻ്റെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പുരാണങ്ങളിലൊക്കെ ഓൾറെഡി ഉള്ള കാര്യമാണ്. ഇപ്പം യാഗങ്ങൾ, യജ്ഞങ്ങൾ അതൊക്കെ നടത്തുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഏൻഷ്യൻ്റ് വേർഷൻ തന്നെയാണ്. ഇപ്പം ഞാൻ ഈ 4-ാമത്തെ ദിവസമായപ്പോൾ തന്നെ എനിക്കൊരു 5000 രൂപ കിട്ടി. അതുവഴി ഞാൻ എൻ്റെ ഒരു ചെറിയ കടമുണ്ടായിരുന്ന എല്ലാം വീട്ടിയിട്ടുണ്ട്. എൻ്റെ കനവ് നൂലിന് 2 കസ്റ്റമേഴ്സിനെ കിട്ടി. അങ്ങനെയാണ് എൻ്റെ കട എനിക്ക് വീട്ടാൻ പറ്റിയത്. പിന്നെ അതുപോലെ റൈറ്റ് ബോർഡിലും ഒരാൾ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ കട ഞാൻ വീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ യാഗങ്ങൾ യജ്ഞങ്ങൾ നടത്തും പറയത്തില്ലേ. ഇപ്പം ദശരഥൻ പുത്രകാമേഷ്ടി യാഗം നടത്തി. പിന്നെ അതുപോലെ തന്നെ വസുദേവരും ദേവകിയും കൃഷ്ണൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഏൻഷ്യൻ്റ് വേർഷൻ തന്നെയാണ്. ഇത് നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ യൂണിവേഴ്സ് അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ. ഓൾറെഡി ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മളുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനന് എല്ലാം നേരത്തെ തന്നെ കാണിച്ചു കൊടുക്കുന്നില്ലേ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ശരിക്കും അത് വിഷൻ ബോർഡിൻ്റെ ആ ഒരു ഏൻഷ്യൻ്റ് വേർഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ മണി സങ്കല്പം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ കയറി വാങ്ങിച്ചാൽ മതിയാകും.